മലങ്കര സഭയ്ക്ക് ആരുടെയും പള്ളി പിടിക്കേണ്ട ആവശ്യമില്ല. 1660 പള്ളികൾ ജസ്റ്റിസ് മളിമഠിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് മലങ്കര സഭയിലുണ്ട്. ഇതെല്ലാം മലങ്കര സഭയുടെ പള്ളികളാണ്, മറ്റാരുടെയും പള്ളികളല്ല. 1974 മലങ്കര സഭയിൽ ആദ്യമായി കേസുകൾ വന്ന കാലഘട്ടമാണ്. 1958 ശേഷം യോജിപ്പ് വന്ന് അതിനുശേഷം ആ യോജിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും 64 മലങ്കര സഭ വളരെ ഒരു വിശാല മനസ്ഥിതി കാണിച്ചു. മൂന്നാം കാതോലിക്കായിക്ക് കാതോലിക്ക എന്ന അംഗീകാരം കൊടുത്ത യാക്കോബ് പാത്രിക്കീസ് ബാവ അദ്ദേഹത്തെ തന്നെ വിളിച്ച് ഔഗേൻ പ്രഥമൻ കാതോലിക്ക ബാവായുടെ സ്ഥാനാരോഹണത്തെ വരുത്തണമെന്ന്. അത് അദ്ദേഹം വന്നു. ഇവിടെ എല്ലാം മറന്ന് ഒന്നാം കാതോലിക്ക മുതൽ 4 കാതോലിക്ക വരെ എല്ലാവരെയും മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന എന്ന അന്ത്യോക്യ പാത്രിക്കീസ് എന്ന അബ്ദുൽ മശീഹ പാത്രിക്കീസിൻ്റെ കൽപ്പന അനുസരിച്ച് വാഴിക്കപ്പെട്ട ഒന്നാം കാതോലിക്ക മുതൽ 4 കാതോലിക്ക വരെ ഉള്ളവരെ മുഴുവനും അത് അംഗീകരിക്കുക ചെയ്തു. പക്ഷേ 64 അത് അംഗീകരിച്ചതിന് ശേഷം 4 മാസത്തിനുള്ളിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ്. 1933 മുതൽ 1946 വരെ മഞ്ഞനിക്കരയിൽ താമസിച്ച അബ്ദുള്ള ഖാദർ ബാച്ചൻ അഥവാ ഈ യാക്കോബ് പാത്രിക്കേസിന് മലങ്കര സഭയുടെ ആ ഹൃദയയിടിപ്പ് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം 1970 203 നമ്പർ കൽപ്പന ഇറക്കി ഇവിടെ ഒരു ഭിന്നതയുണ്ടാക്കി കുറച്ചു പേരെ കൂടെ നിർത്തണമെന്നുള്ള ആഗ്രഹം. അത് സാധിക്കും. കാരണം മലങ്കര സഭയുടെ മക്കൾ ഇന്ത്യ മഹാരാജ്യത്തിലുള്ളവരാണ്, അവർ അറബി രാജ്യത്തിലുള്ളവരല്ല. ഇവരുടെ സ്വഭാവം വിധേയത്വത്തിൻ്റെ സ്വഭാവമാണ്, ആക്രമണത്തിൻ്റെ സ്വഭാവമല്ല. അത് നന്നായിട്ടറിയാവുന്നുള്ളത് കൊണ്ടാണ് ആക്രമണ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങോട്ട് തന്ന് പുതിയതായി രാഷ്ട്രീയമായി പ്രവർത്തിക്കാനായത്. അതിൻ്റെ ഫലമായിട്ടാണ് ആദ്യമായിട്ട് കടവിലെ പോളറമ്പാനെയും CM തോമസ് അച്ഛനെയും ഗീവറീസ് അച്ഛനെയും അവിടെ വിളിച്ച് പട്ടവും കൊടുത്ത് ഇങ്ങോട്ട് അയച്ചത്. മാത്രമല്ല മലങ്കര സഭയുടെ കാതോലിക്കായ മുടക്ക് ഇവിടെ ചെയ്തു. ഇതെല്ലാം ചെയ്താലും മലങ്കര സഭയുടെ പള്ളികൾ മലങ്കര സഭയുടെ പള്ളികളായിട്ട് നിൽക്കുന്നു. അതിന് യാതൊരു വ്യത്യാസവുമില്ല. അതിലുള്ളതായിരിക്കുന്ന ആളുകളെല്ലാം മലങ്കര സഭയുടേതാണ്. 74 നിഷ്കരുണം കോതമംഗലത്ത് പള്ളിയിൽ അങ്കമാലി ഭദ്രാസന മെത്രാപ്പോലീത്തായ തെയോഫിലോസ് തിരുമേനി നിയമിച്ചാക്കിയിരുന്ന മുടവൂരുള്ള ഓർപ്പിസ്കോപ്പാച്ചനെ നിഷ്കരണം വികാരി സ്ഥാനത്ത് നിന്ന് ഇറക്കി വിട്ടപ്പോൾ ഈ സമാധാന സന്ദേശമായിരിക്കുന്ന പ്രധാന മേലധ്യക്ഷന്മാരെവിടെയായിരുന്നു? അവരാരും ഇതറിഞ്ഞില്ലേ? ഇതൊന്നും അറിഞ്ഞില്ലേ? അവിടെ ഈ മലങ്കര സഭയുടെ പള്ളികളെല്ലാം കയ്യേറിയതായ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഓർത്തഡോക്സ് സഭയുടെ മെത്രാച്ചന്മാരെ നിയമിച്ചതായ വൈദികരെ നിഷ്കരണം ഇറക്കി വിട്ടിട്ട് അന്ന് സെമിനാരിയിൽ പഠിച്ചവരും മറ്റുള്ളവരും ആരും ഇല്ലാത്തത് കൊണ്ട് കൈയിട്ട് കിട്ടിയവരെയും കണ്ണി കണ്ടവരെയും എല്ലാം അച്ഛന്മാരാക്കി ഓരോ പള്ളിയിലാക്കിയത് ആരുടെ കുഴപ്പം? എന്നിട്ട് അത് ഞങ്ങളുടെ പള്ളികളാണെന്ന് പറഞ്ഞാൽ അത് മലങ്കര സഭ അംഗീകരിക്കാൻ തയ്യാറല്ല. മലങ്കര സഭയ്ക്ക് വ്യവസ്ഥാപിതമായ ഭരണമുണ്ട്. അതിൻ്റെ ഭരണക്രമത്തിനായിട്ട് അത് വെച്ചിരിക്കുന്ന വൈദികരുണ്ട്. അവരാണ് ഈ ഭദ്രാസനങ്ങൾ ഭരിക്കുന്നത്. അവരെ നിഷ്കരണം ഇറക്കി വിട്ടതിന് ശേഷം അനധികൃതമായി പള്ളി കയ്യേറിയിരിക്കുന്നവർ ആ അനധികൃതമായ കുടിയേറ്റത്തിൽ നിന്ന് ഒഴിക്കുക എന്നുള്ളത് മാത്രമേ മലങ്കര സഭ ഇന്ന് ചെയ്യുന്നുള്ളൂ. മലങ്കര സഭ ആരുടെയും പള്ളി പിടിക്കുന്നില്ല. ഈ പള്ളികളെല്ലാം മലങ്കര സഭയുടേതാണ്. അവിടെയുള്ള ജനങ്ങളെല്ലാം മലങ്കര സഭയുടെ മക്കളാണ്. ആരെങ്കിലും അതിന് അതീതമായിട്ട് നിന്നുകൊണ്ട് പ്രവർത്തിച്ച് അക്രമത്തിൽ കൂടെ പള്ളിയിൽ ഇരിക്കാമെന്ന് വിചാരിച്ചാൽ അത് 2017 ജൂലൈ 3 വിധിക്ക് ശേഷം നടക്കുന്ന കാര്യമല്ല. സഹന സമരം ഞങ്ങൾ നടത്തും. നീതി നിഷേധം എന്നുണ്ടായാലും ആ നീതി നിഷേധത്തിനെതിരായി മലങ്കര സഭ ഒന്നടങ്കം സടകുടഞ്ഞ് എഴുന്നേൽക്കുമെന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഈ കേവലം 6 ഭദ്രാസനത്തിൽ നിന്ന് മാത്രമായി ഇവിടെ എത്തി. മലങ്കര സഭ
30 ഭദ്രാസനങ്ങളുള്ളതാണെന്ന് ആരും മറന്നുപോകരുത്. മലങ്കര സഭ വിചാരിച്ചാൽ എന്തും ചെയ്യാൻ സാധിക്കും, ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്തിരിക്കും. അതുകൊണ്ട് അനധികൃതമായി പള്ളി പിടിക്കുന്നു എന്നുള്ള ധാരണ തെറ്റാണ്. മലങ്കര സഭയുടെ മക്കളാണ്. നിങ്ങളെ ആരെയും പള്ളിയിൽ നിന്ന് ഇറക്കി വിടുന്നില്ല. എല്ലാവരും പള്ളിയിലിരിക്കണം. 1934 ഭരണഘടന അനുസരിച്ച് ഭരിക്കണം. എല്ലാവരും പള്ളിക്കുള്ളിലാകാം. ആരെയും ഇറക്കി വിടുന്നില്ല. പല പ്രാവശ്യം അഭിമന്യതായ അത്തനാസുസിനി പറഞ്ഞല്ലോ, ഈ വിധി ഉണ്ടായതിനു ശേഷം തിരുമേനിയുടെ ഭദ്രാസനത്തിൽപ്പെട്ട വിഘടിത വിഭാഗത്തിലാണെന്ന് പറഞ്ഞു നിൽക്കുന്ന ആളുകൾക്കെല്ലാം, അച്ഛന്മാർക്കും ജനങ്ങൾക്കും കൽപ്പന അയച്ചു, വന്ന് ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് പോവുക. ഇതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ആരും വരാൻ തയ്യാറില്ലല്ലോ. എന്തുകൊണ്ട്? അവരുടെ മെത്രാച്ചന്മാരും അതിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തികൾക്കും സ്ഥാനങ്ങൾ പോകും എന്നുള്ളതായ പേടി മാത്രമാണ് ഇതിൻ്റെ പിന്നിൽ കിടക്കുന്ന സത്യം എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കണം. പക്ഷേ അതിനുവേണ്ടി മലങ്കര സഭയുടെ പള്ളി ബലി കഴിക്കുവാൻ ഈ മലങ്കര സഭയുടെ ഒരു കുഞ്ഞെങ്കിലും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നടക്കുകയില്ല എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. മലങ്കര സഭ എന്നും അതിൻ്റെ പള്ളികൾ കാത്തു സൂക്ഷിക്കാനുള്ളതാണ്. അവിടെയുള്ളതായ ആളുകളെല്ലാവരും മലങ്കര സഭയുടേതാണ്. അവരെല്ലാവരും മലങ്കര സഭയിലായിരിക്കണമെന്നുള്ളതാണ്. അഭിമന്യ തിരുമേനി പറവമ്പള്ളിയെക്കുറിച്ച് പറഞ്ഞു. പറവമ്പള്ളിയിൽ കോടതി വിധി നടപ്പാക്കിയത് ഈയിടയിലാണ്. ഏതാണ്ട് 40 വർഷക്കാലത്തോളം വിഘടിത വിഭാഗം അവിടം കൈയടച്ചു വെച്ചിരിക്കുകയായിരുന്നു. 1970കളിൽ ഓർത്തഡോക്സ് സഭയുടെ അച്ഛനെ അവിടെ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷം പാത്രികീസ് വിഭാഗത്തിലെ അച്ഛന്മാർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഈ ശവമടക്കമൊക്കെ കാണുമ്പം വളരെ സങ്കടവും വിഷമവും ഒക്കെ തോന്നാറുണ്ട്. കഴിഞ്ഞ 30 വർഷമായിട്ട് ഓർത്തഡോക്സ് സഭയുടെ ആളുകൾ, ആ പറവമ്പള്ളിയിൽപ്പെട്ടവരാരെങ്കിലും മരിച്ചാൽ പാത്രികീസ് വിഭാഗത്തിലുള്ള അച്ഛന്മാർ വന്ന് വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് എടുത്തുകൊണ്ടു പോകും. ഒരിക്കൽ പോലും ഓർത്തഡോക്സ് സഭയുടെ ഒരു വൈദികനോ ഓർത്തഡോക്സ് സഭയുടെ ആളുകൾക്കോ പള്ളിയിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. കറുത്ത ഉപ്പായിട്ടും പറ്റില്ല, വെള്ളക്കുപ്പായിട്ടും അകത്ത് പ്രവേശിക്കാൻ പാടില്ല. അവർ കൊണ്ട് അടക്കും. ഇത് കഴിഞ്ഞ 30 വർഷം നടന്നതാണ്. മലങ്കര സഭ അത് പറയുന്നില്ല. മലങ്കര സഭ പറയുന്നത് 1934 ഭരണഘടന അനുസരിച്ച് ഭരിക്കപ്പെടണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളല്ല, കോടതിയാണ്. കോടതി വിധിയുടെ അവസാനം, ഈ 2017 കോടതിയുടെ അവസാനത്തെ 17ാമത്തെ ക്ലോസിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. 28 ക്ലോസുകളുള്ളതിൽ 17ാമത്തെ ക്ലോസിൽ പ്രത്യേകമായി പറയുന്നുണ്ട്, മലങ്കര സഭയുടെ സെമിത്തേരിയിൽ അടക്കപ്പെടുവാൻ മലങ്കര സഭ അംഗങ്ങളായിരിക്കുന്ന എല്ലാവർക്കും അവകാശമുണ്ട്. ആരാ മലങ്കര സഭയുടെ അംഗങ്ങൾ? 1934 ഭരണഘടന അനുസരിച്ച് നിൽക്കുന്ന എല്ലാവർക്കും അടക്കപ്പെടാൻ അറിവുണ്ടെന്നുള്ളതാണ്. ഇന്ന് ഒരു പെട്ടി അടച്ചുകൊണ്ട് മതിൽ ചാടി അടക്കുന്നുണ്ട്. പോലീസുകാരതിന് നോക്കി നിൽക്കുകയാണ്. അഭിമന്യ യൗസേബീശ്വരിയോന് പറയുമായിരുന്നു, കട്ടച്ചിറയിലെ ഇന്നലത്തെ അടക്കത്തിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പോലീസ് പ്രൊട്ടക്ഷനുള്ള പള്ളിയാണ്. പോലീസ് പ്രൊട്ടക്ഷനുള്ള പള്ളിയിൽ എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ അത് തടയാഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ പോലീസ് പ്രൊട്ടക്ഷനുണ്ട്, പക്ഷേ പോലീസിൻ്റെ ജോലി പിക്കറ്റിംഗ് ആണ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിയമജ്ഞനായ അഭിമന്യ യൗസേബീസ് ചോദിച്ചപ്പോൾ അദ്ദേഹം അവിടുന്ന് വേറൊരു വിഷയം പറഞ്ഞ് മാറി അങ്ങ് പോയി. കാരണം ഇത് ഞങ്ങൾക്ക് മനസ്സിലാകും. ഇതാരാണിത് നിയന്ത്രിക്കുന്നത്? പാവപ്പെട്ട പോലീസുകാരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവനവൻ്റെ വയറ്റിപ്പിഴപ്പിന് നടക്കുന്നതാണ്. അതുകൊണ്ട് അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവന് ലഭിക്കുന്ന നിർദ്ദേശമനുസരിച്ച് മാത്രമേ അവന് പ്രവർത്തിക്കാവൂ. ആരാണ് നിർദ്ദേശം കൊടുക്കുന്നത്, ആരാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ളത് മലങ്കര സഭയിലെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. അത് മറന്നു പോകരുത്. പക്ഷേ പ്രതികരിക്കേണ്ട സമയത്ത് മലങ്കര സഭ പ്രതികരിച്ചിരിക്കും. അതിന് യാതൊരു സംശയവുമില്ല. മലങ്കര സഭയുടെ മക്കൾ അതിന് സടകുടഞ്ഞ് എഴുന്നേറ്റിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. ഏതായിരുന്നാലും മലങ്കര സഭ പള്ളി പിടിക്കുകയല്ല. മലങ്കര സഭയുടെ പള്ളികളിൽ അനധികൃതമായി കുടിയേറിയിരിക്കുന്ന വികാരിമാരെയും ആളുകളും അധികാരികളും മാറണം. ജനങ്ങളെല്ലാം മലങ്കര സഭയുടേതാണ്. വികാരിമാരെ നിയമിച്ചത് മലങ്കര സഭയുടെ 34 ഭരണഘടന അനുസരിക്കുന്ന മെത്രാപ്പൊലീത്തമാരല്ല എങ്കിൽ
അവർ മാറിത്തരണം, അവിടെ സുഖമായിട്ട് മലങ്കര സഭ ഭരിക്കപ്പെടണം. ഇത് 2017 വിധിയാണ്. അതിന് മാറ്റം വരുത്താൻ ആർക്കും സാധ്യമല്ല. ആരെല്ലാം ശ്രമിച്ചാലും അത് നടക്കുകയില്ല. അതിനുശേഷം പല പല കേസുകളും, പെറ്റീഷനും റിവ്യൂ പെറ്റീഷനും ക്യൂറേറ്റീവ് പെറ്റീഷനും ഇങ്ങനെ പല പെറ്റീഷനുമായിട്ട് പോയി. ഒരിടത്തും യാതൊരു അംഗീകരണവും കിട്ടിയില്ല. കാരണം വിഡ്ഢികളല്ല ഈ വിധി എഴുതിയത്. അവർക്കറിയാൻ പാടില്ല വെച്ചിട്ടല്ല. 150 വർഷമായി മലങ്കര സഭയിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് അന്തിമമായ പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഇതല്ലാതെ മാർഗമില്ല എന്ന് ശക്തമായിട്ട് മനസ്സിലാക്കി കൊണ്ടാണ് അവർ ആ വിധി എഴുതിയത്. അതുകൊണ്ട് തന്നെയാണ് അതിൽ ഒന്നും തന്നെ വളച്ചൊടിക്കാനില്ലാത്തതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് മലങ്കര സഭയുടെ സ്വത്വവും മലങ്കര സഭ സ്വാതന്ത്ര്യവും ബലി കഴിച്ചുകൊണ്ട് യാതൊരു തരത്തിലുള്ളതായിരിക്കുന്ന സഭാ ശുശ്രൂഷയും നിർവഹിക്കുവാൻ ഞങ്ങൾ തയ്യാറല്ല. പലരും പറയുന്നുണ്ട് മലങ്കര സഭ സുപ്രീം കോടതി വിധിയുടെ 28ാമത്തെ വകുപ്പിൽ ഒരു ചർച്ച നടത്തണം, മലങ്കര സഭയുടെ ഭരണങ്ങളിൽ ആവശ്യമായിരിക്കുന്ന ഭേദഗതികൾ വരുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഓർത്തഡോക്സ് സഭ തയ്യാറില്ല, ചർച്ചയ്ക്ക് തയ്യാറില്ല. ഇതൊക്കെ കോടതി വിധി വായിച്ചിട്ടില്ലാത്തവർക്ക് പറയാൻ പറ്റും, വായിച്ചിട്ടുള്ളവർക്കത് പറയാനൊക്കെയില്ല. മലങ്കര സഭയിൽ 1934 ഭരണഘടന അനുസരിച്ച് വരുന്നവർക്കാണ് മലങ്കര സഭയിലെ കോടതി വിധികൾ അല്ലെങ്കിൽ മലങ്കര സഭയുടെ ഭരണഘടനയിൽ മാറ്റം വരുത്താൻ കഴിയുന്നത്. ആ മലങ്കര സഭയുടെ ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട്, 22, 23 122, 123 ക്ലോസിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് മലങ്കര സഭയുടെ മലങ്കര സഭയുടെ ഭരണഘടനയുടെ അമെൻഡ്മെൻറ്റ് നടത്തേണ്ടത്. വരിക, ആർക്ക് വിരോധം? എല്ലാം നമുക്ക് മാറ്റാം. 1934 ഭരണഘടന അനുസരിച്ച് സഭയിൽ വരിക, 1934 അനുസരിച്ച് നിയമിക്കപ്പെട്ട അച്ഛനെ സ്വീകരിക്കുക, അതനുസരിച്ചുള്ള മെത്രാനെ സ്വീകരിക്കുക, അതനുസരിച്ചുള്ള കാതോലിക്കായെ സ്വീകരിക്കുക, മലങ്കര സഭയിൽ വരിക, മാരേജ് കമ്മിറ്റിയിലെ തിരഞ്ഞെടുക്കപ്പെടുക, വരട്ടെ. നമുക്ക് റൂൾ കമ്മിറ്റിയുണ്ട്, അവിടെ വന്ന് നമുക്ക് സ്വീകരിക്കാം. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് എന്ത് വകുപ്പുകളാണ് മാറ്റേണ്ടത് നമുക്ക് മാറ്റാം. പിന്നെ വഴിയരികിൽ നിന്നുകൊണ്ട് മലങ്കര സഭയുടെ ഭരണഘടനയിൽ മാറ്റം വരുത്താനായിട്ട് മീറ്റിംഗ് കൂടണമെന്ന് പറഞ്ഞാൽ അത് സാധിക്കില്ല. അങ്ങനെ കോടതി പറഞ്ഞിട്ടില്ല. 34 ഭരണഘടന അനുസരിച്ചുള്ളതായ സഭയുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നതായ ക്ലോസ് അനുസരിച്ചുള്ളതായിരിക്കുന്ന മാറ്റം മാത്രമേ വരുത്തുള്ളൂ. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? മാർത്തോമാ സഭയുടെ ഭരണഘടനയിൽ അമെൻഡ്മെൻറ്റ് നടത്താൻ CSI സഭയിലെ ആരെങ്കിലും ചെന്നാൽ സാധിക്കുമോ? ഏതെങ്കിലും സഭയിലെ ഒരു ഭരണഘടന മാറ്റാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭരണഘടന മാറ്റാൻ, പ്രസ്ഥാനത്തിൻ്റെ ഭരണഘടന അമെൻഡ്മെൻറ്റ് ചെയ്യാൻ ആ പ്രസ്ഥാനത്തിൻ്റെ ഭരണഘടന അനുസരിച്ച് നടക്കാത്ത ആളുകൾക്ക് എങ്ങനെ സാധിക്കുക? വേറൊരു സ്ഥലത്ത് നിൽക്കുന്നവർക്ക് സാധിക്കുമോ? ആദ്യം ഭരണഘടന സ്വീകരിക്കുക, അതിൽ വരിക, അതിനുശേഷം എന്ത് ചർച്ചയുമാകാം, എന്ത് ഭരണഘടന ഭേദഗതിയും വരുത്താം. നിങ്ങൾ മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് വരിക, അവിടെ റൂൾ കമ്മിറ്റി ഉണ്ട്, അവിടെ അതിനുള്ളതായ മാനേജിംഗ് കമ്മിറ്റിക്ക് ഈ പറയുന്നതായ ക്രമീകരണം നടത്താൻ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഇല്ല, അത് വേണ്ട. വഴിയിൽ നിന്നുകൊണ്ട് ഇവിടെയുള്ളതായിരിക്കുന്ന ഭരണഘടന മാറ്റണമെന്ന് പറഞ്ഞാൽ അത് സാധിക്കുന്ന കാര്യമല്ല. അങ്ങനെയുള്ള ഒരു ദിവാസ്വപ്നമൊന്നും വേണ്ട. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ജനായത്തപരമല്ല, അത് നീതിപരമല്ല, അത് മനുഷ്യൻ്റെ നന്മയ്ക്ക് ചേരുന്നതായ ഒരു കാര്യമല്ല. നീതിബോധമുള്ള ആരും അത് മനസ്സിലാക്കുകയില്ല എന്നുള്ളത്, അത് അനുസരിക്കുകയില്ല എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം.